ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അതേ നമ്മുടെ സുധി കഥകളെല്ലാം പറയുകയാണ് പോലീസിനോട്. അപ്പോൾ അതെല്ലാം നമ്മുടെ സച്ചി വീഡിയോയിൽ പകർത്തുകയും ചെയ്തു. ഈ ഒരു സമയത്ത് സാറേ എൻ്റെ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ താൻ ടെൻഷൻ ആവാതെ എന്നും പറഞ്ഞുകൊണ്ട് ഈ സുധിയെ വിളിച്ചുകൊണ്ട് SI നേരെ സെല്ലിൻ്റെ അങ്ങോട്ടേല്ലോ. അപ്പോഴത്തേക്ക് സച്ചിയും മകേഷും അങ്ങ് മാറി. അപ്പോൾ എടാ എഴുന്നേക്കടാന്നും പറഞ്ഞുകൊണ്ട് ഈ കടയുടെ കട്ടുകൊണ്ട് പോയവരെ വിളിച്ചു. അപ്പോൾ അയാളോട് ചോദിച്ചു ഇവൻ്റെ സാധനങ്ങളൊക്കെ എന്തെന്ന് ചോദിച്ചു. അപ്പോൾ ഇയാളുടെ കടയിൽ നിന്ന് മേടിച്ച സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വിറ്റുപോയി സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ദ്രോഹി എന്ന് പറഞ്ഞുകൊണ്ട് സുധി അയാളുടെ കൊങ്ങയ്ക്ക് കയറി പിടിച്ചപ്പോൾ നീ എന്നെ നന്നായിട്ട് തന്നെ അഭിനയിച്ച് എന്നെ പറ്റിച്ചോണ്ട് പോയില്ലേടാന്ന് ചോദിച്ചുകൊണ്ട് അയാളുടെ കുത്തിന് കയറി പിടിച്ചു സുധി. അന്നേരത്തേക്കും വിടടോ എന്ന് പറഞ്ഞു. അയാളാണെങ്കിൽ യാതൊരു കൂസലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കും കേട്ടോ. സാറേ എൻ്റെ സാധനങ്ങളുടെ കാശ് എനിക്ക് വാങ്ങിച്ച് തരണം സാറേ. അപ്പോൾ ഇതൊക്കെ കോടതിയിൽ പറയാൻ താൻ ചെല്ലാൻ പറഞ്ഞു. ഇപ്പോൾ വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് SI പറയുവാണ്. താൻ വേഗം എല്ലാം പറഞ്ഞു. അപ്പോൾ സുധി തിരിഞ്ഞ് നിൽക്കും കേട്ടോ. സച്ചി തിരിഞ്ഞ് നിൽക്കും. അപ്പോൾ സുധി സച്ചിയെ കാണുന്നില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും എൻ്റെ കാശ് മേടിച്ചതാ സാറേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാറുവാ സുധി. മകേഷും ഇതൊക്കെ കാണുന്നുണ്ട്. എന്തായാലും സുധി എന്നിട്ട് ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സുധിയെ നോക്കി അയാളൊരു വെളിച്ച ചിരിയൊക്കെ ചിരിച്ച് നിൽക്കുവാണ്. എടാ ദുഷ്ട, തന്നോട് ദൈവം ചോദിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി പറയുമ്പോൾ പിന്നെ ദൈവത്തിന് വേറെ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ടെന്ന് പോടാന്നൊന്നും പറഞ്ഞുകൊണ്ട് അയാൾ സുധിയെ കളിയാക്കി പറഞ്ഞു വിട്ടു. സുധി അവിടെ നിന്ന് അങ്ങ് പോരുക. അപ്പോൾ സുധിക്കാണ് ഭയങ്കര സങ്കടം. സുധി അവിടെ നിന്ന് അങ്ങ് പോന്നു. സച്ചി ഈ തെളിവൊക്കെ കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. സുധി പോയെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് മകേഷും സച്ചിയും കൂടി വന്നു. എടാ എങ്ങനെയുണ്ടടാ, എന്തായെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ എങ്ങനെയാണ് കാശ് സംഘടിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായടാ എന്ന് പറയുവാണ് നമ്മുടെ സച്ചി. അവനെ ഞാൻ വെച്ചിട്ടുണ്ടടാ എന്ന് മകേഷിനോട് സച്ചി പറയണം. ഇനി ഇതിൽ നിന്ന് എങ്ങനെ പുറത്തിറങ്ങുമെന്ന് ഓർത്ത് ഇങ്ങനെ ഇവർ രണ്ടുപേരും നിൽക്കുക. അപ്പോഴേക്കും നമ്മുടെ സച്ചി അവിടെ കിടന്ന് ഇങ്ങനെ സാറിനോട് പറഞ്ഞു, സാറേ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇവർ തട്ടിപ്പ് സംഘമാണെന്ന് അറിയാതെ ഞങ്ങൾ അവിടെ ചെന്ന് പെട്ടത്. സത്യ സാറേ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും ഒന്നും അറിയില്ല സാറേ എന്ന കടയുടെ ഓണർ തന്നെ ഞാൻ ഇടിയം വെച്ച് തരും കേട്ടോ. അപ്പോൾ എവിടെ രവീന്ദ്രനാഥനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ SI പറഞ്ഞനുസരിച്ച് രവീന്ദ്രനാഥനെ വിളിച്ചു. അപ്പോൾ ആ ചേട്ടൻ വന്നു. അപ്പോൾ ആ ചേട്ടനോട് ചോദിച്ചു ഈ നിൽക്കുന്ന രണ്ടുപേരും നിങ്ങളുടെ കടയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ വില ഉണ്ടായിരുന്നോ എന്ന്. അപ്പോൾ സച്ചിയെയും സുധിയെയും നോക്കി മകേഷിനെ നോക്കിയിട്ട് അതെ ആ മുണ്ടെടുത്ത ആളാണ് സാധനങ്ങളൊക്കെ കൊണ്ടുപോയത്, മറ്റേ രണ്ടുപേരും ഉണ്ടായിരുന്നില്ല എന്ന് ആ ചേട്ടൻ പറയാം. ഇന്ന് തന്നെ വിജിലൻസ് ചമഞ്ഞു വന്ന രണ്ടുപേരെയും ഞങ്ങൾ പൊക്കുവെന്ന കാര്യമൊക്കെ പറയുക കേട്ടോ ഈ പോലീസുകാരൻ അപ്പോൾ ഇയാളോട്. അപ്പോൾ സച്ചിയൊക്കെ നിരപരാധിയാണെന്ന് അറിഞ്ഞു. എടോ അവരുടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അവരെ വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ സച്ചിയും മകേഷും രക്ഷപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി വീട്ടിൽ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സച്ചി വീട്ടിലേക്ക് എത്തി. രേവതി എന്ന് പറഞ്ഞു ഓടിച്ചെന്നു. എന്താ സച്ചേട്ടാ സുധി ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ വന്ന് വേഗം വന്നേന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയും വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ എന്നെ സച്ചേട്ടാ കാര്യം പറ സച്ചേട്ടാ എന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ രേവതി പിന്നാലെ ഓടിച്ചത്. അപ്പോൾ അച്ഛാ പാർലറേട്ടത്തെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു. അപ്പോൾ അവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ, ഇനി എങ്ങോട്ട് പോരുത് ഇവിടെ ഇരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറയാം. അപ്പോൾ അച്ഛാ ശ്രീകാന്തേ അമ്മയെ എല്ലാവരും ഒന്ന് ഓടി വന്നേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്താ സച്ചിയുടെ പ്രശ്നം പറയാൻ പറഞ്ഞു രേവതി. പറയാമെന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുക കേട്ടോ. അന്നേരം സച്ചി അച്ഛാ ഓടി വാച്ചാന്ന് പറഞ്ഞു. എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ അച്ഛൻ വന്നേ അച്ഛൻ ഇവിടെ വന്ന് ഇരുന്നേ അച്ഛൻ ഒരു വിശേഷം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് അതുപോലെ വർഷ സുധി എല്ലാവരും വന്നു. അച്ഛാ ഇവൻ്റെ കയ്യിൽ എങ്ങനെ 5 ലക്ഷം രൂപ വന്നത് എന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും ചന്ദ്രമതി അതുവഴി വരുക. ഇവരുടെ സംസാരം കേൾക്കുക കേട്ടോ. പേടിയായി ചന്ദ്രമതിക്ക്. അപ്പോൾ ഏത് 5 ലക്ഷമാണെന്ന് ചോദിച്ചു രവിയേട്ടൻ. അന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞിരുന്നില്ലേ 5 ലക്ഷം കിട്ടിയെന്നൊക്കെ. അതിൽ1 ലക്ഷം പാർലറേട്ടത്തേക്ക് കൊടുത്തു. പാർലറേട്ടത്തി അമ്മയ്ക്ക് അതിൽ നിന്ന് കുറച്ച് കാശ് കൊടുത്ത് ഷോയൊക്കെ കാണിച്ചില്ലേ, അച്ഛനതൊന്നും ഓർക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ആ കാശല്ലേ. അപ്പോൾ ചന്ദ്രയുടെ ചങ്കടിക്കാൻ തുടങ്ങി. ആ കാശിൻ്റെ കാര്യം തന്നെ അച്ഛാ. ആ കാശ് ഇവൻ്റെ കയ്യിൽ എങ്ങനെ അച്ഛാ വന്നതെന്ന് ചോദിച്ചു. അന്നേരം അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക സുധി. അപ്പോൾ ആ കാശ് പ്രോഡക്ട്സ് സെയിൽ ചെയ്ത പ്രോഫിറ്റ് ആണെന്നൊന്ന് പറഞ്ഞതായിരുന്നല്ലോ, പിന്നെ എന്തിനാ ഇപ്പം അതൊക്കെ ചോദിക്കുന്നതെന്ന് ശ്രുതി ചോദിച്ചു. AC ഫ്രിഡ്ജ് വാഷിംഗ് മെഷീനൊക്കെ വിറ്റതിൻ്റെ ലാഭം അല്ലേന്ന് ചോദിച്ചു. ഇവന് മറവി രോഗമുണ്ട് രേവതി, നീ ഇവന് വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാൻ ശ്രുതി രേവതിയോട് പറയുക. ഇവളെന്നെ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ട് പോകും. അതിനു മുന്നേ ഞാൻ നിങ്ങൾക്കൊരു സിനിമ കാണിച്ചുതരാം, ഇന്നിറങ്ങിയ സിനിമ എന്ന് പറഞ്ഞു. സിനിമയോ? എല്ലാവരെയും കൂട്ടി സച്ചേട്ടൻ സിനിമയ്ക്ക് പോവുകയാണോ? ഏതാ ഫിലിം എന്ന് വർഷ ചോദിച്ചു. അപ്പോൾ എവിടെയും പോകുന്നില്ലെന്നേ, സിനിമ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കാണാം, എൻ്റെ ഫോണിലുണ്ട്, ഞാൻ ഇപ്പം തന്നെ പ്ലേ ചെയ്യാവേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി. അപ്പോൾ ഇത് എന്താ ഇത് തിയേറ്ററിൽ വരാത്ത സിനിമയൊന്നും ഇപ്പോൾ ഇവിടെ റിലീസ് ചെയ്യരുത്, അത് കേസാകും എന്നൊക്കെ വർഷ. അയ്യോ ഇത് ഞാനെടുത്ത സിനിമയാണെന്ന് പറഞ്ഞു. നേരിട്ട് കണ്ട കാര്യം ഇവിടെ വന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നതെന്ന് സച്ചി പറഞ്ഞു. ഇവൻ 5 ലക്ഷം പ്രോഫിറ്റ് കിട്ടിയ കള്ളക്കഥ ഞാനിപ്പോൾ പൊളിച്ചു തരാമെന്ന് പറഞ്ഞു സച്ചിയെ. അങ്ങനെ സച്ചി അത് ഓണാക്കാൻ വെക്കാം. അപ്പോൾ അത് സച്ചി TV യിലിട്ടു ഓണാക്കി. അപ്പോൾ എല്ലാവരും നല്ല ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്.
പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നമ്മുടെ സുധി ഏറ്റു പറയുന്ന കാര്യങ്ങൾ. അങ്ങനെ സുധി പറഞ്ഞ കഥ മുഴുവനും ഇവരെല്ലാവരും കണ്ടു. സുധി ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി അവിടെ നിന്ന് ചാടി അങ്ങ് എഴുന്നേറ്റു. പ്രോഡക്റ്റ് ഇവന് പറഞ്ഞ പ്രകാരം ബില്ല് നൽകാതെ ഇവൻ 5 ലക്ഷം രൂപയുടെ സാധനം കൊടുത്തു. അത് വിജിലൻസിലാണെന്നും പറഞ്ഞു. അവരുടെ ആൾക്കാർ തന്നെ വന്നാൽ 5 ലക്ഷം രൂപയും വാങ്ങിച്ചുകൊണ്ടും പോയെന്ന് പറഞ്ഞു. അപ്പോൾ ടാക്സ് വെട്ടിച്ചതിനകത്താകുമെന്ന് ഭയന്ന് ഇവൻ കാശെടുത്ത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ 5 ലക്ഷം രൂപയോളം വില വരുന്ന സാധനങ്ങൾ പോയി കിട്ടിയെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശ്രുതി നാണം കെട്ടിങ്ങനെ ഇരിക്കുക. തൊട്ട് മുമ്പ് വരെ ഷോ കാണിച്ചല്ലേ, ചീറ്റിപ്പോയെന്ന് മനസ്സിലായല്ലോ. അച്ഛൻ ഇവനെ പഠിപ്പിച്ച കാശുണ്ടായിരുന്നെങ്കിലേ ഏക്കർ കണക്കിന് വാഴത്തോട്ടം മേടിക്കായിരുന്നല്ലോ അച്ഛാ എന്ന് സച്ചി അന്നേരം പറയുക. യോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ ഉരുട്ടി അവിടെ നിൽക്കുവാണ്. അപ്പോൾ എടാ കേട്ടൊക്കെ ശരിയാണോടാന്ന് ചോദിച്ചു. ഇത്രയും കണ്ടിട്ട് ശരിയാണോ എന്ന് രവിയേട്ടൻ ചോദിക്കുന്നത്. അച്ഛാ അത് പിന്നെ എനിക്ക് എന്തിനാടാ നീ ഞങ്ങളോടൊക്കെ കള്ളം പറഞ്ഞെന്ന് ചോദിച്ചു. മണ്ടത്തരം കാണിച്ചിട്ട് 5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. എന്നിട്ട് 5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ വിറ്റെന്ന് നീ കള്ളവും പറഞ്ഞല്ലേ? എന്തിനാടാ നീ ഈ നാടകമൊക്കെ കളിച്ചത്? ഈ ജന്മത്തിൽ നീ നന്നാവില്ലെന്ന് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ്. അച്ഛൻ്റെ ചോദ്യത്തിന് മുന്നിൽ മകൻ പതറി വെളുത്തിങ്ങനെ അവിടെ ഇരിക്കുക. സച്ചി നല്ല അന്തസ്സായിട്ട് തലയെടുപ്പോട് കൂടി നിൽക്കട്ടെ. ചന്ദ്രൻ മൂലപ്പൊക്കെ പോയി നിന്നിങ്ങനെ നോക്കുന്നത്. ആ സമയത്ത് ശ്രുതി നീ ഒന്ന് അഹങ്കാരത്തോടെ പറഞ്ഞതൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല കേട്ടോ എന്ന് രേവതി ശ്രുതിയോട് പറഞ്ഞു. ശ്രുതി അന്നേരം നാറിപ്പുഴത്തിങ്ങനെ ഇരിക്കുക. ശ്രുതി എന്തിനാ നീ എന്നോട് കള്ളം പറഞ്ഞതെന്ന് ശ്രുതി അന്നേരം ചോദിച്ചു. അത് പറഞ്ഞാൽ നീ എന്നോട് ദേഷ്യപ്പെടുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എന്നും പറഞ്ഞ് ഇന്നിങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നു. അയ്യോ എന്നും പറഞ്ഞ് നിൽക്കുക ചന്ദ്രമതി. അപ്പോൾ ശ്രുതിയേട്ടൻ അന്ന് പറഞ്ഞ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. പ്രോഡക്റ്റ്സ് സെയിൽ ചെയ്ത് കിട്ടിയ 5 ലക്ഷത്തിൽ 4 ലക്ഷം രൂപ ഡീലർക്ക് നൽകി. പ്രോഫിറ്റ് 1 ലക്ഷം രൂപയാണ് ശ്രുതി ചേച്ചിക്ക് നൽകിയെന്നല്ലേ പറഞ്ഞതെന്ന് വർഷ ചോദിച്ചു. അതെ, സാധനം വിറ്റ വകയിൽ കിട്ടിയ 5 ലക്ഷം രൂപ അവർ തന്നെ ഏട്ടൻ്റെ കയ്യിൽ നിന്നും കൊണ്ടുപോയി. പിന്നെ ഇവിടുന്ന് ശ്രുതിയേട്ടൻ 5 ലക്ഷം കിട്ടിയതെന്ന് ചോദിച്ചു ശ്രീകാന്ത്. അയടാ അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു. അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര പെട്ടു എന്നും പറഞ്ഞ് ഇങ്ങനെ അവിടെ നിന്ന് ഗോഷ്ടിയൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സച്ചി എന്നിട്ട് എടാ 5 ലക്ഷം രൂപ നിനക്ക് എവിടുന്നാണ് കിട്ടിയത്? പറയടാ, ആ കാശ് നിൻ്റെ കയ്യിൽ നിന്ന് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. പറയടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ചന്ദ്ര ഇടയ്ക്ക് കയറി. അപ്പം സച്ചി ചോദിക്കുന്നത് സ്വർണ്ണത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാനാണെന്ന് ചന്ദ്രയ്ക്ക് മനസ്സിലായതുകൊണ്ടാണ് ചന്ദ്ര ഇടയ്ക്ക് കയറിയിട്ട് ചെന്നിട്ട് എടാന്നും പറഞ്ഞ് ചെന്നിട്ട് സുതിയെ തലങ്ങും വിലങ്ങോട്ടങ്ങ് അടിക്കുക. ഇതിനാണോടാ നീ പഠിച്ചത്? എന്തിനാണോ നുണ പറഞ്ഞത്? നടന്നത് എന്താണെന്ന് പറയാതെ കഥ ഉണ്ടാക്കി ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചല്ലടാന്നും ചോദിച്ചുകൊണ്ട് ചെന്ന് ചന്ദ്ര ഇവൻ്റെ ചെവിക്കല്ല് നോക്കി അടിയും വെച്ച് കൊടുത്തു. അമ്മയും മോനും കൂടെ ലോക നാടകം അവിടെ കിടന്ന്. അപ്പോൾ സച്ചിക്ക് രേവതിക്ക് അത് മനസ്സിലായി. എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുക. എടാ നിന്നെ ഉണ്ടല്ലോ എന്തിനാടാ കള്ളം പറഞ്ഞേ? എടാ പറയടാന്നും പറഞ്ഞുകൊണ്ട് ഷർട്ടിൻ്റെ കൂത്തിന് പിടിച്ച് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക. കുറേ തല്ലി. അപ്പോഴത്തേക്ക് സച്ചി തലയാട്ടി. നിർത്തിക്കോളാൻ പറഞ്ഞു. ഷോ അങ്ങ് നിർത്തിക്കോ. അവൻ കള്ളം പറഞ്ഞത് മാത്രമല്ല ഇവിടുത്തെ വിഷയം. കാശ് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുന്നില്ലല്ലോ എന്ന് സച്ചി അന്നേരം പറഞ്ഞു. പറയടാ, അവൻ്റെ കയ്യിൽ കാശ് എങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തല്ലും നിർത്തി, അടിയും നിർത്തി, ചവിട്ടും നിർത്തി. ചന്ദ്ര സ്റ്റക്കായി. സച്ചി ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ. ചന്ദ്രയുടെ ചങ്കടിക്കാൻ തുടങ്ങി. ചന്ദ്രയുടെ കൈയും കാലും വരയ്ക്കാൻ തുടങ്ങി. പിന്നെയും ചന്ദ്ര അടിക്കുക. പറയടാ എങ്ങനെയാന്ന് പറയടാന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയിട്ട് അടിക്കുക. ഇവനെ കൂടെ പറയ്ക്കാതിരിക്കാൻ. ആരുടെ കയ്യിൽ നിന്നാടാ നീ കാശ് കടം മേടിച്ചതാ? ആരുടെ കയ്യിൽ നിന്നൊന്ന് പറയടാന്ന് പറഞ്ഞ് ചന്ദ്രയിട്ട് അടിക്കുക. അമ്മേനെ അടിക്കില്ലേ എന്ന് പറഞ്ഞ് മോനിങ്ങനെ കിടന്ന് പറയുമ്പോൾ ചന്ദ്രൻ നീ എന്നതീ കാണിക്കുന്നത്? നിർത്തിക്കാൻ നീ എന്ന് പറഞ്ഞു. സച്ചിക്ക് ഇതിൻ്റെ മുഴുവനും ഇത് മനസ്സിലായിട്ട് നിൽക്കാം. ആരുടെ അടുത്ത് നിന്നാണ് നീ കടം വാങ്ങിയ? പറയടാ, നീ ആരുടെ അടുത്ത് നിന്നാണ് കടം മേടിച്ചെന്ന് പറയടാ. ആരോടാ നീ 5 ലക്ഷം വാങ്ങിയതെന്ന് പറയടാന്നും പറഞ്ഞുകൊണ്ടിട്ട് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം സ്വർണത്തിൻ്റെ കാര്യം പറയരുത്, അതിന് വേണ്ടിയിട്ട് നീ വാ തുറന്ന് പറയടാന്നും പറഞ്ഞു. ഭയങ്കര അടിയും ഇത് ബഹളാ. അതെ ഞാൻ 5 ലക്ഷം രൂപ എൻ്റെ ഫ്രണ്ടിനോട് കടം വാങ്ങിച്ചതാന്ന് പറഞ്ഞ സച്ചിയുടെ കേക്ക് മറ്റുള്ളവരുടെ കേക്കൊക്കെ സുതി ചാടി കയറി പറഞ്ഞു. ഇതിനു വേണ്ടിയായിരുന്നു അമ്മ കിടന്ന് കഷ്ടപ്പെട്ടതെന്ന് നല്ല വ്യക്തമായി നമ്മുടെ സച്ചിക്കും രേവതിക്കും മനസ്സിലായി. അപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ അന്തം വിട്ട് നോക്കുക കേട്ടോ. ദൈവമേ കട്ടതല്ലല്ലോ എന്നുള്ളൊരിതിൽ നാണക്കേട്. അപ്പോൾ ഏത് ഫ്രണ്ടാണ് നിനക്ക് ഇത്രയും വലിയൊരു തുക തന്നെ? എന്താണ് അവൻ്റെ പേരെന്നൊക്കെ ചോദിച്ചു. അന്നേരം രവിയേട്ടൻ പേര് ചോദിച്ചപ്പോൾ എന്ത് പറയുമെന്ന് ഓർത്ത് ഇങ്ങനെ മിണ്ടാട്ടം മുട്ടിയിരിക്കാം. പറയടാ, ഏത് ഫ്രണ്ടാണ് നിനക്ക് കാശ് തന്നെയെന്ന് പറയടാ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയുടെ നേരെ നോക്കുക. അപ്പോൾ പറയടാ ആരാടാ നിനക്ക് കാശ് തന്നെയെന്ന് ചോദിച്ചാൽ അമ്മയായിട്ട് ചവിട്ടുക. ഏത് ഫ്രണ്ടാണ് നിനക്ക് കാശ് തന്നെ? പറയടാ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഇങ്ങനെയൊന്നും വരെ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. പാർക്കിൽ ആനന്ദിനോടാണ് ഞാൻ കടം വാങ്ങിയത്. പാർക്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയുടെ മുന്നിൽ കിടന്ന് ഉരുണ്ട് കളിക്കാം. ഒന്ന് ജോലിയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് പാർക്കിൽ കൂടെ കിടന്ന് പറഞ്ഞു ആ ഫ്രണ്ടാണോ എന്ന് ചോദിച്ചപ്പോൾ അവൻ ഇതുപോലെ പലിശയ്ക്ക് കടം കൊടുക്കുന്നവനാ.
എൻ്റെ അടുത്ത ഫ്രണ്ട് ആയതുകൊണ്ടാണ് ഇത്രയും വലിയൊരു തുക എനിക്ക് തന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയുടെ മുന്നിൽ ഇങ്ങനെ കിടന്ന് പറഞ്ഞ് ജയിക്കാൻ നോക്കുക ശ്രുതി. അയ്യോ എന്നും പറഞ്ഞു നിൽക്കുക ശ്രുതി. നീ എല്ലാ കാര്യം എന്നോട് പറയുന്നതല്ലേ, എന്തുകൊണ്ടാണ് നീ ഇത് എന്നോട് പറയാതിരുന്നതെന്ന് ചോദിച്ചാൽ ഈ അമ്മ അടുത്ത ചോദ്യം ചെയ്യില്ല. അപ്പോൾ പേടിച്ചിട്ട് പറയാതിരുന്നതാവും ശ്രുതി ശ്രുതി ആരെയും പറ്റിച്ചിട്ടില്ല എന്നും പറഞ്ഞ് ശ്രുതിയാ പറ്റിക്കപ്പെട്ടതെന്ന് പറയുവാണ് ശ്രുതി. അപ്പോൾ വീട്ടിൽ പറയാനുള്ള ഭയം കാരണം കള്ളം പറഞ്ഞതായിരിക്കും എന്നും പറഞ്ഞ് ശ്രുതി അവിടെ കിടന്ന് ശ്രുതിയെ ന്യായീകരിക്കുമ്പോൾ അത് തെറ്റല്ലേ എന്ന് ചോദിച്ചു ശ്രീകാന്ത്. വേറെ ഇപ്പം എന്ത് ചെയ്യാനാ ശ്രുതി? 5 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടു പോയി. ശ്രുതി എന്തോ കള്ളത്തരം കാണിച്ചതുപോലെ സച്ചി പറയുന്നതെന്ന് പറയുമ്പോൾ സച്ചി ഒന്ന് ചിരിച്ചു. അപ്പം രേവതി 5 ലക്ഷം രൂപ എങ്ങനെ കയ്യിൽ വന്നു എന്നാണ് സച്ചേട്ടൻ ചോദിച്ചതെന്ന് രേവതി പറഞ്ഞു. അത് ഫ്രണ്ടിനോട് കടം വാങ്ങിച്ചതാണെന്ന് പറഞ്ഞില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അവളുടെ പത്തി താണു, സൗണ്ട് താന്നു, അഹങ്കാരം താണു. അപ്പോഴത്തേക്കും ചന്ദ്ര ശ്രുതിക്കിട്ടൊരു അടിയും വെച്ച് കൊടുത്തിട്ട് എന്ന് പറഞ്ഞിരിക്കാം. നീ എന്തൊരു മണ്ടനാടാന്ന് അച്ഛൻ ചോദിച്ചു. ചന്ദ്ര, നീ ഇപ്പോൾ കൊടുത്ത അടി മുന്നേ കൊടുത്തിരുന്നെങ്കിൽ ഇവനിങ്ങനെ ആയി പോവില്ലായിരുന്നു എന്ന് രവിയേട്ടൻ പറയാം. അന്നേരവും സച്ചിക്കറിയാം ഇത് നുണക്കഥയാണെന്ന്. സച്ചി പിന്നെ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക അവിടെ. അപ്പോഴത്തേക്കും അമ്മ, എടാ പറഞ്ഞത് കേട്ടില്ലേടാ, നിന്നെ ഓമനിച്ച് വളർത്തിയതാടാ ഞാൻ ചെയ്ത തെറ്റെന്നൊക്കെ പറഞ്ഞു കിടന്നു പറയുക. അപ്പോൾ അമ്മയെന്ന് വിളിച്ച് നിന്റെ മുന്നിൽ ഇനി നീ വന്നു പോയേക്കരുത്, എനിക്കിനി നിന്നെ കാണണ്ടോന്നും പറഞ്ഞു ചന്ദ്ര വലിയ ആൾ കളിച്ച് പോകുമ്പോൾ അമ്മ എന്നും പറഞ്ഞ് വിളിച്ചു നീ പോടാ അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് മോൻ അങ്ങ് എഴുന്നേറ്റ് പോയി. പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുക കേട്ടോ. രേവതി ഇതൊക്കെ കേട്ട് തലയാട്ടി, നന്നായിട്ടുണ്ട് ഈ അഭിനയം എന്നും പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ എല്ലാവരും ചമ്മി ഇങ്ങനെ നിൽക്കും അവിടെ. പ്രത്യേകിച്ച് ചന്ദ്ര, ശ്രുതി ഒക്കെ. സച്ചി അന്നേരം ഇവനെ തന്നെ ഇങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ സച്ചിയുടെ നേരെ നോക്കാൻ പേടി. കോഴി കെട്ടവൻ്റെ തലയിലല്ലേ പപ്പു കാണത്തുള്ളൂ. ആ പപ്പുമായിട്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു. സച്ചി രണ്ടും കൽപ്പിച്ച് നിൽക്കുക. പിന്നെ ശ്രുതിയെ മുറി കൊണ്ടുപോയി വാതിലും പൂട്ടി. ശ്രുതിയുടെ വക ഒരു അംഗമായിരുന്നു. ശ്രുതി എന്നെ പറഞ്ഞ് പറ്റിക്കായിരുന്നല്ലേ എന്ന് ചോദിച്ചു. എന്നോടെല്ലാം മറച്ചു വെച്ച് പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു. എന്തിനാ ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ സോറി ശ്രുതി, നീ എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞു. എനിക്ക് ഷോറൂം ഓപ്പൺ ചെയ്തതേ ഉള്ളൂ, അതിനുള്ളിൽ തന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞ് നീ എന്നെ വെറുക്കില്ലേ എന്ന് ഓർത്തിട്ടാണെന്ന് പറഞ്ഞു. ഉള്ള കാര്യം എന്നോട് ഉള്ളതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ ഈ കുഴപ്പങ്ങൾ വല്ലതും ഉണ്ടാകുമായിരുന്നു ഒന്ന് ശ്രുതി ചോദിക്കാം. ശ്രുതി, നിൻ്റെ മുന്നിൽ എൻ്റെ വില പോകുമെന്ന് കരുതിയിട്ടാണെന്ന് പറഞ്ഞു. ബിസിനസ്സിൽ ഇങ്ങനെയൊക്കെ നടക്കും, ചതിയും വഞ്ചനയൊക്കെ പറ്റും. ബില്ലടിക്കാതെ പ്രോഡക്ട്സ് വിറ്റതാണ് ശ്രുതി ചെയ്ത തെറ്റ്. എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ അവരോട് ബില്ലില്ലാതെ സാധനങ്ങൾ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ വേറെ ഷോറൂമിൽ നിന്ന് പ്രൊഡക്ട്സ് വാങ്ങിച്ചോളാമെന്ന് പറഞ്ഞപ്പോൾ ഒടുവിൽ ഞാനത് സമ്മതിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞിരിക്കുക ശ്രുതിയെ. അവരിങ്ങനെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ശ്രുതി എന്നൊക്കെ പറഞ്ഞ് തൻ്റെ നിസ്സഹായാവസ്ഥ പറയും. ഇതെന്നോട് മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വേറെ രീതിയിൽ ഇത് ഡീൽ ചെയ്യില്ലായിരുന്നു എന്ന് ചോദിച്ചു ശ്രുതിയോട് ശ്രുതി. ഇപ്പം എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടില്ലേ, ഒന്നിനും കൊള്ളാത്തവനായില്ലേ എന്ന് ചോദിച്ചു. ആ സച്ചി എന്തൊക്കെയാ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു കേട്ടോ. ആൻറ്റിക്കും നല്ല വിഷമമുണ്ടല്ലോ, എന്നും ശ്രുതിയെ സപ്പോർട്ട് ചെയ്യുന്ന അവരുന്ന് ശ്രുതി തല്ലുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ചു. അമ്മ എന്നെ തല്ലിയതിൽ എനിക്ക് വിഷമമില്ലെന്ന് പറയുമ്പോൾ വിഷമമില്ല, കാണിച്ച് കൂട്ടേന് കുഴപ്പമൊന്നുമില്ലല്ലേ എന്ന് ചോദിച്ചു. ഇതൊക്കെ ഒരു സീക്രട്ടായിട്ട് വെക്കേണ്ട ആവശ്യം എന്താ, അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ശ്രുതി, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ എന്നോട് ദേഷ്യപ്പെടരുതെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് കാര്യമാണെന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ ആനന്ദനോട് 5 ലക്ഷം രൂപ കടം വാങ്ങിയിട്ടില്ല എന്ന് ശ്രുതി പറയാം. അപ്പോഴത്തേക്കും ശ്രുതി, അല്ല പിന്നെ കാശെങ്ങനെ കിട്ടിയതെന്ന് ചോദിച്ചു. അത് പിന്നെ ഒന്ന് പറയേണ്ട ശ്രുതി, എങ്ങനെയാ കാശ് എങ്ങനെ കിട്ടിയെന്ന് പറയാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും അമ്മയുടെ കയ്യിൽ നിന്ന് രേവതിയുടെ സ്വർണം മേടിച്ചെന്ന് പറഞ്ഞു. ശ്രുതി തീർന്നു, ഇനി ശ്രുതി തല പൊക്കില്ല. അപ്പോൾ രേവതിയുടെ ആഭരണങ്ങൾ തിരികെ കൊടുക്കണമെന്ന് അച്ഛൻ അമ്മയോട് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടു. ഞാൻ അമ്മയായിട്ട് സംസാരിച്ചു, എൻ്റെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു. അമ്മയും ഞാനും കൂടെ കൂടിയാണ് ആ സ്വർണം മുക്കുപണ്ടമാക്കി അവിടെ കൊണ്ട് വെച്ചതെന്ന് പറയുമ്പോഴത്തേക്കും പിടിച്ചൊരു ഒറ്റ തള്ളായിരുന്നു ശ്രുതി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും ചങ്കുപൊട്ടി കരയുക ശ്രുതി. ഇനി ശ്രുതിയുടെ മുന്നിൽ എന്നാ മാർഗം? ഒരു മാർഗവും ഇല്ല. പേര് വഴിയും ആധാരമായിട്ട് ഇങ്ങനെ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോഴത്തേക്കും ശ്രുതി എന്ന് സമാധാനിപ്പിക്കുന്നത്, സോറി ശ്രുതി, എന്നോട് നീ ഒന്ന് ക്ഷമിക്കാൻ പറഞ്ഞു. ശ്രുതിയും ശ്രുതിയുടെ അമ്മയും ചേർന്ന് എന്ത് മണ്ടത്തരമായി കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ശ്രുതി അന്നേരം ചോദിക്കുക. അതല്ലാതെ എൻ്റെ മുന്നിൽ വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ഡീലർക്ക് കാശ് കൊടുക്കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. രേവതിയുടെ സ്വർണ്ണം എടുത്ത് വിറ്റിട്ടാണോ കാശ് കൊടുക്കേണ്ടതെന്ന് ശ്രുതി അന്നേരം ചോദിക്കാം. വേറെ എന്തെങ്കിലും വഴി കണ്ടെത്തണ്ടായിരുന്നോ എന്നും ശ്രുതിയോട് ചോദിക്കാം. ഒരു കാരണം കിട്ടാൻ വേണ്ടി നോക്കി നിൽക്കുന്നവനാ സച്ചി. ഇതെങ്ങാനും അവൻ അറിഞ്ഞാലേ ശ്രുതിയുടെ കയ്യും കാലും തലയൊടിച്ച് വെളിയിൽ എറിയവൻ. അതിനൊരു മാറ്റവും ഇല്ല എന്നും ശ്രുതി പറയുക. അവനിത് അറിയാനൊന്നും പോകുന്നില്ല. അമ്മ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലേ, അത് പോരേന്ന് ചോദിച്ചു. ഒരു കൂസലും ഇല്ലാതെ പറയുന്നത് കേട്ടില്ലേ, എൻ്റെ വായിലിരിക്കുന്നത് കേൾപ്പിക്കില്ലേ ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി കിടന്ന് ഒച്ച വയ്ക്കുക. അങ്ങനെ
നോക്കിക്കോ, ശ്രുതിയാ ഇത് ചെയ്തത് നമ്മൾ തെളിവ് സഹിതം കണ്ടെത്തും. അപ്പം അതിനിടയിൽ സ്വർണം മേടിച്ച് മാറ്റി വെക്കാൻ നമ്മൾ പറഞ്ഞതാന്ന് പറഞ്ഞു. എങ്ങനെ മാറ്റി വെക്കാനാ? ഇത്രയ്ക്ക് ബുദ്ധിയില്ലാണ്ടായി പോയല്ലോ ശ്രുതിക്ക്. എന്ന് പറഞ്ഞു ശ്രുതി അവിടെ എങ്ങനെ ഇരിക്കുന്നു. മൊത്തം പെട്ടു എന്ന് മനസ്സിലായി. രണ്ടെണ്ണങ്ങളും കൂടെ അവിടെ നിന്നിങ്ങനെ തല പകഞ്ഞ് ആലോചിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടെ. എല്ലാവർക്കും ടാറ്റാ.